ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇന്നിപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലത്തെ വീഡിയോ അല്ല. നമ്മുടെ ഒരു ഫാമിലി കാറ് ഒരു 9 മാസം മുന്നേ ഒരു ഫാമിലി കാറ് പഞ്ച് എടുത്തിരുന്നു, ടാറ്റ പഞ്ച്. ഇത് ഓട്ടോമാറ്റിക്കാണ് ഞാൻ എടുത്തത്. ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ച് പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായി ഒരു ലോങ് ടൈം റിവ്യൂ എന്ന് പറഞ്ഞാൽ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ 9 മാസം കൊണ്ട് 3500 കിലോമീറ്റർ മാത്രമാണ് ഓടിയത്. അപ്പൊ അതായത് ഒരു മാസം എനിക്ക് പലപ്പോഴും 500 കിലോമീറ്റർ പോലും ഓട്ടമില്ല. ചില മാസങ്ങളിൽ 700 കിലോമീറ്റർ ഒക്കെ വരും, ചില മാസങ്ങളിൽ 200 കിലോമീറ്റർ. അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഓട്ടം വരുന്നത്. അപ്പൊ ഒരു ഫാമിലി മാൻ എന്ന നിലയിൽ നമ്മളൊരു കാർ നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ഫാമിലി കാർ നോക്കുകയാണെങ്കിൽ പഞ്ച് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പഞ്ച് 2024 ടോപ്പ് സെല്ലിംഗ് കാറായി. പലപ്പോഴും വാഗണാർ, സ്വിഫ്റ്റ്, അതുപോലെ ബെലിനോ, അപ്പൊ ഇങ്ങനെയുള്ള കാറുകളൊക്കെയാണ് കൂടുതലും ടോപ്പ് സെല്ലിംഗ് ആകാറുള്ളത്. അപ്പൊ 2024 അതിന് ശേഷവും ഇപ്പോ EV ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഈ കാറിന് EV ഇറങ്ങുന്നുണ്ട്, പെട്രോൾ ഉണ്ട്, പിന്നെ ടർബോ പെട്രോൾ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിത് ഓട്ടോമാറ്റിക് എടുത്തത്. ആദ്യം എനിക്കൊരു മാനുവൽ കാറായിരുന്നു, ടിയാഗോ ആയിരുന്നു. വീണ്ടും ഞാൻ ടാറ്റയിലേക്ക് വന്നത് ഈ ഒരു സേഫ്റ്റി തന്നെയാണ്. നമ്മളിപ്പോ ഞാനൊന്നും ഒരു അഗ്രസീവ് ഡ്രൈവർ അല്ല. ഏകദേശം ഒരു മാക്സിമം നല്ല റോഡാണെങ്കിൽ മാത്രം ഒരു 80 പോകുള്ളൂ. അതായത് ഒരു ഹൈവേ റോഡൊക്കെ ആണെങ്കിൽ. സാധാരണ നമ്മുടെ ഈ റോഡുകളൊക്കെ ആണെങ്കിൽ ഒരു കണ്ടില്ലേ, ഇതുപോലെയുള്ള റോഡുകളിൽ നമുക്ക് എങ്ങനെ പോയാലും വണ്ടി നിർത്തിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഓട്ടോമാറ്റിക് നല്ലതാണ്, AMD നല്ലതാണ്. അപ്പൊ അതിനകത്ത് പല നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു മിനി SUV എന്ന് പറയാം. മിനി SUV എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതതിന്റെ പോസിറ്റീവ്, വലിയൊരു പോസിറ്റീവാണ്. നമുക്ക് തീരെ ചെറിയ കാറുമല്ല, എന്നാൽ അത്യാവശ്യം വലിയ കാറുമാണ്. ഒരു മീഡിയം, ഒരു മിനി സൈസ് SUV എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോൾ നിങ്ങൾ ഒരു സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബലീനോ ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാഗണാർ ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺസിഡർ ചെയ്യാൻ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പഞ്ച് എന്നുള്ളത്. പ്രത്യേകിച്ചും ഇതിന്റെ ഒരു ഹൈറ്റ് നമ്മുടെ വാഗണാർ പോലെ തന്നെ പ്രായമുള്ളവർക്കൊക്കെ കയറി ഇറങ്ങാനും ഒക്കെ വളരെ സുഖകരമായിട്ടുള്ളൊരു ഹൈറ്റാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, പിന്നെ നമ്മുടെ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ, പിന്നെ ഇതിന്റെ ബഡ്ജറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 ലക്ഷത്തിന് മാനുവൽ കിട്ടും, 9 ലക്ഷത്തിന് ഓട്ടോമാറ്റിക് കിട്ടും. എനിക്ക് തോന്നുന്ന ഒരു നമ്മുടെ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ബെലീനോയുടെ ആ ഒരു പ്രൈസിൽ ഈ വണ്ടി കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു 5 സ്റ്റാർ സേഫ്റ്റി, അപ്പൊ അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഈ വണ്ടിക്കുണ്ട്. ഒരു ഫാമിലി കാർ എന്ന നിലയിൽ നിങ്ങൾ അത്ര എഞ്ചിൻ നല്ലൊരു മികച്ച എഞ്ചിൻ എന്ന് പറയാൻ പറ്റില്ല ഈ വണ്ടിക്ക്. ഒരു ഓക്കെ ഫീൽ എഞ്ചിനാണ്. കാരണം ഇത് പലപ്പോഴും ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ, ലാഗൊക്കെ തോന്നാറുണ്ട്. AMDയുടെ ഒരു പ്രത്യേകതയാണത്. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കാണ്. നിങ്ങൾക്ക് ഒരു ഫാമിലി മാനാണ്, നിങ്ങൾക്കൊരു ഫാമിലി കാർ വേണം, സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം, അത്യാവശ്യം ഹൈവേ ഡ്രൈവിംഗ് ഒക്കെ ഉണ്ട്, ലോങ് ഡ്രൈവിംഗ് ഒക്കെ നിങ്ങൾക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെക്സോണിന്റെ ആ ലെവലിൽ, ഏകദേശം ആ ലെവലിൽ വരുന്ന ഒരു കാർ എന്ന് പറയാം. അത്ര കണ്ട് വരില്ല, കാരണം അത് കുറച്ചും കൂടെ പിന്നെ കോമ്പാക്ട് SUV ആണ്. ഇത് കുറച്ചും കൂടെ ചെറിയൊരു SUV ആണ്. ഒരു SUV ഫീലൊക്കെ കിട്ടും. നല്ലൊരു പുതിയ പഞ്ച് വന്നപ്പോൾ കുറച്ചും കൂടെ അതിനെ ഒരു മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എസ്തെറ്റിക് ആയിട്ടാണെങ്കിലും, കാണാനുള്ള ഭംഗിയാണെങ്കിലും, അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ടർബോ പെട്രോൾ വന്നിട്ടുണ്ട്. ഡീസലും കൂടെ ഉണ്ടെങ്കിൽ ഈ കാറ് വേറെ ലെവലിൽ എത്തിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയാൻ ഇതിന്റെ ആ എഞ്ചിൻ തന്നെയാണ്. എഞ്ചിൻ നമ്മളിപ്പോൾ പലപ്പോഴും മാരുതിയുടെ ഒക്കെ എഞ്ചിൻ ഒരു 1.2 പെട്രോളൊക്കെ എഞ്ചിൻ ഓടിച്ചവർക്ക്, 4 സിലിണ്ടർ എഞ്ചിനൊക്കെ ഓടിച്ചവർക്ക് 3 സിലിണ്ടർ ആയതുകൊണ്ട് ഇതിന് അതൊരു നമ്മളിപ്പം AMD ഒക്കെ ആയതുകൊണ്ട് ഗ്രാജുവലി ആക്സലറേഷൻ കൊടുത്ത് പോകേണ്ടി വരും. പിന്നെ ഓവർടേക്കിംഗ് ചെയ്യാനുള്ള സമയത്ത് നിങ്ങൾക്ക് മാനുവലിലേക്ക് തട്ടി വേണമെങ്കിൽ ഓവർടേക്കിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ആക്സലറേഷൻ നന്നായിട്ട് കൊടുത്തിട്ട് ഓവർടേക്കിംഗ് ചെയ്യാം. ഗ്രൗണ്ട് ഹൈവേയിലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഇതാണ്. പക്ഷെ നമുക്കൊരു ഓക്കെ ഫീൽ തോന്നുന്ന എഞ്ചിനാണ്. നിങ്ങളൊരു ഡ്രൈവിംഗ് എൻത്യൂസിയാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാറ് നിങ്ങൾക്കുള്ളതല്ല. പിന്നെ പറയുകയാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാൻ വേറെ പിന്നെ ഇതാണ്, അതായത് നിങ്ങൾ പെട്ടെന്ന് ഒരു കാർ എടുത്ത് പെട്ടെന്ന് സെല്ല് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. റീസെയിൽ വാല്യൂ കുറച്ച് കുറവാണ് കമ്പയർഡ് ടു മാരുതി.
ഹ്യുണ്ടായി ഒക്കെ നോക്കുകയാണെങ്കിൽ റീസെയിൽ വാല്യൂ കുറച്ച് കുറവാണ്. അപ്പൊ ഈ ഒരു കാറുകൾ എടുത്ത് ഒരു 2 വർഷം കഴിഞ്ഞ് മാറാനുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രോങ്സ് അല്ലെങ്കിൽ ബലീനൊക്കെയാണ്. അപ്പൊ അതാകുമ്പോൾ നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞാലും 3 വർഷം കഴിഞ്ഞാലും ഇത് അത്യാവശ്യം വാല്യൂ ഫോർ മണി അങ്ങനെ നോക്കുകയാണെങ്കിൽ. അപ്പൊ ഈ ഒരു 2 കാര്യങ്ങൾ, എഞ്ചിന്റെ ഒരു ഓക്കെ ഫീൽ എഞ്ചിൻ എന്നുള്ള മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ കൂടെ നോക്കുകയാണെങ്കിൽ പിന്നെ ടാറ്റയുടെ സർവീസ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. കാരണം ഞാൻ ഓട്ടം പൊതുവെ കുറവാണ്. പിന്നെ കാറ് വല്ലാണ്ട് ഇരപ്പിച്ച് ഓടിക്കുന്ന അങ്ങനത്തെ ഒരു ഇതല്ല. ഫാമിലി ആണ്, ഫാമിലി ഓട്ടാണുള്ളത്. പിന്നെ എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ പോയി ഞാനത് സോൾവ് ചെയ്യും. പിന്നെ നമ്മുടെ ടാറ്റ സർവീസ് സെന്ററിൽ ഒരാളുണ്ട്. അപ്പൊ അയാളെ ഞാൻ എല്ലാത്തിനും കോൺടാക്ട് ചെയ്യുന്നു. അപ്പൊ അയാളുമായിട്ട് നല്ലൊരു സൗഹൃദം വന്നുകൊണ്ട് അയാളെല്ലാം ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ടാറ്റ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഒരു സർവീസ് സെന്ററിൽ ഒരാൾ നിങ്ങൾ നോക്കി വെക്കുക. അയാളോട് ഇപ്പൊ കുറെയൊക്കെ സർവീസ് സെന്ററിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് മഹേന്ദ്ര അല്ലെങ്കിൽ ടാറ്റ നല്ല ഒരു ഓഫർ. അപ്പൊ ഇത് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ടാറ്റയിലേക്ക് വീണ്ടും വന്നത്. പിന്നെ ഞാൻ അടുത്തൊരു അപ്ഡേറ്റിൽ പോവുകയാണെങ്കിൽ തന്നെ ഞാനൊരു XUV ഏതെങ്കിലും ടൈപ്പ് ഒരു വണ്ടിയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഉടനെ ഒന്നുമില്ല, കാരണം ഇത് മതി. ശരിക്കും പറഞ്ഞ ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. AMD ആയതുകൊണ്ട് തന്നെ ലേഡീസിന് ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് ടാറ്റ പഞ്ച് തോന്നിയത്. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വണ്ടിയുടെ ഒരു 9 മാസത്തെ റിവ്യൂ ആണ് പറഞ്ഞത്. ഒരു സാധാരണ ഒരു ആള്, അതായത് ഒരു ഫാമിലി മാൻ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു വാഗണാർ അല്ലെങ്കിൽ സ്വിഫ്റ്റ് മൈലേജിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. മൈലേജ് എനിക്കൊരു ഓവറോൾ ഒരു 13 കിലോമീറ്റർ ആണ് ഓവറോൾ കിട്ടുന്നത്. അത് സിറ്റി കൂടെ ഉൾപ്പെട്ടാണ് മൈലേജ്. ഇപ്പൊ നിങ്ങൾ ഓവറോൾ ലോങ് ഒക്കെ പോകണം. ഞാനിപ്പോ ഒരു 65 കിലോമീറ്റർ 70 കിലോമീറ്റർ ലോങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് എന്തായാലും ഒരു ആവറേജ് ഒരു 17 കിലോമീറ്റർ കിട്ടും. സമയം ഒരു 2 മുതൽ 3 മണി വരെയുള്ള ടൈമാണ്. 17 എനിക്ക് ആവറേജ് ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. ഒരു 16 എനിക്ക് എന്തായാലും കിട്ടും. അതൊരു AMD സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത മൈലേജാണ്. അത്യാവശ്യം തിരക്കുള്ള സമയമാണ്. എന്നിട്ടും 15-16 എന്തായാലും കിട്ടുന്നുണ്ട്. മോശമില്ലെന്ന് ഞാൻ പറയാം. മാനുവൽ വണ്ടി അല്ല. മൈലേജ് നമുക്ക് എപ്പോഴും മാരുതി വണ്ടിയേക്കാളും കുറച്ചൊരു 2 കിലോമീറ്റർ കുറവായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. താഴെ വന്ന് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. യാത്ര ചെയ്യാനും സസ്പെൻഷനും ഒക്കെ ഈ വണ്ടിയുടെ വലിയ കുഴപ്പമില്ലാത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക താഴെ. അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.